Hi everyone. 24th January shift 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഹൈഡ്രോ കാർബണിൽ നിന്നാണ് ഈ ഒരു പാർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബണിൽ കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇത്. അപ്പോൾ ഇതിൽ ബ്യൂട്ടൈൻ്റെ കൺഫർമേഷനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ടൈൻ്റെ 2 കൺഫർമേഷൻസ് അവരിവിടെ വരച്ചിട്ടുണ്ട്. ഒരു കൺഫർമേഷൻ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കൺഫർമേഷൻ ഇതൊരു എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ്. ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ്. ആൻഡ് എക്ലിപ്സ്ഡ് എന്ന് മാത്രമല്ല, 2 CH3 ഗ്രൂപ്പും വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ്. നമുക്കറിയാം ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ അവർ തമ്മിലുള്ള ഡൈഹെഡ്രൽ ആംഗിൾ വളരെ കുറവാണ്. അതുകൊണ്ട് അവിടെ ടോർഷണൽ സ്ട്രെയിൻ മാക്സിമം ആണ്. അപ്പോൾ ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്. സോ വി ഹാവ് മിനിമം ഡൈഹെഡ്രൽ ആംഗിൾ, മിനിമം ഡൈഹെഡ്രൽ ആംഗിൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഡൈഹെഡ്രൽ ആംഗിൾ മിനിമം ആണെങ്കിൽ അവരുടെ ടോർഷണൽ സ്ട്രെയിൻ മാക്സിമം ആയിരിക്കും, മാക്സിമം ടോർഷണൽ സ്ട്രെയിൻ. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ ഈ സ്ട്രക്ചർ നോക്കുക, ഇവിടെ 2 CH3യും ഓപ്പോസിറ്റ് പൊസിഷനല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അയാൾ ഏത് കോൺഫിഗറേഷൻ ആണെന്ന് ചോദിച്ചാൽ ആൻറ്റി ഫോമാണ്, സ്റ്റാഗേർഡ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവർ മാക്സിമം ഡൈഹെഡ്രൽ ആംഗിൾ ആണ് ആൻഡ് മിനിമം ടോർഷണൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഔട്ട് ഓഫ് ദിസ് ദ ലീസ്റ്റ് സ്റ്റേബിൾ ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ, ലീസ്റ്റ് സ്റ്റേബിളും മോസ്റ്റ് സ്റ്റേബിളും തന്നിട്ടുണ്ട്. ശരിയാണ്, രണ്ടും തന്നെയാണ് അല്ലേ. ഇനി ഈ ഡൈഹെഡ്രൽ ആംഗിൾ കൂടുന്ന അനുസരിച്ച് ടോർഷണൽ സ്ട്രെയിൻ എന്ത് ചെയ്യും? കുറയും. നോക്കൂ, ആദ്യത്തേൽ ഡൈഹെഡ്രൽ ആംഗിൾ വളരെ കുറവായിരുന്നു, എന്നാൽ രണ്ടാമത്തേൽ ഡൈഹെഡ്രൽ ആംഗിൾ 180 ആയി. അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ എന്ത് ചെയ്തു? കുറഞ്ഞു. റിപ്പൾഷൻ കുറഞ്ഞു, സ്റ്റെബിലിറ്റി കൂടി. തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, രണ്ടാമത്തത് ആദ്യത്തെ കറക്റ്റ് റീസണുമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ എടുക്കുക. വിച്ച് വൺ വിൽ ബി സെലക്ടഡ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ബോത്ത് ആറ് അല്ലെ. 2 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇതിന് താഴേക്കുള്ള ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആറ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത്. താങ്ക് യു.